നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ധർമ്മം എന്ന ആശയത്തെ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത് ഭാരതമാണ്. ഓരോ വ്യക്തിക്കും ഓരോ സമൂഹത്തിനും സ്വന്തം ലക്ഷ്യത്തെ പ്രാപിക്കാൻ സാധിക്കുന്നതോടൊപ്പം മറ്റ് വ്യക്തികൾക്കും മറ്റ് സമൂഹങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉയർച്ചയും ഉണ്ടാകണം. അങ്ങനെ പരസ്പര പൂരകവും പരസ്പര പോഷകവുമായി ലോകം നിലനിൽക്കണം. ഇവിടെ വൈവിധ്യങ്ങൾ ആവശ്യമുണ്ട്. വ്യത്യസ്തങ്ങളായ ചിന്താധാരകൾ ആവശ്യമുണ്ട്. വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ ആവശ്യമുണ്ട്. എല്ലാ വൈവിധ്യങ്ങളും ഒത്തൊരുമിച്ച് പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും തോളോട് തോൾ ചേർന്ന് സമന്വിതമായി വർത്തിക്കുമ്പോഴാണ് ലോകം ശാന്തിയിലും സമാധാനത്തിലും നിലനിൽക്കുന്നത് എന്ന സന്ദേശം നൽകുന്നതാണ് ധർമ്മം. ഈ ധർമ്മത്തിൻ്റെ പേരിലാണ്, ഈ ധർമ്മത്തെ ഉപദേശിക്കുന്ന വൈദിക ശാസ്ത്രങ്ങളുടെ പേരിലാണ് ലോകം ഭാരതത്തെ ഉറ്റുനോക്കുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം ഭാഗ്യം ദേഹവതാമാരോഗ്യം കഭലി കൃഷികൃത് കസ്യ ന പാപം ജപതഃ പൂർണ്ണോയ പ്രജാവാൻ സ്യാത്. കിം ഭാഗ്യം ദേഹവതാമാരോഗ്യം കഭലി കൃഷികൃത് കസ്യ ന പാപം ജപതഃ പൂർണ്ണോയ പ്രജാവാൻ സ്യാത്. വിഹിതമായത് ചെയ്യാതിരിക്കുകയും നിഷിദ്ധമായത് ചെയ്യുന്നതിൻ്റെയും ഫലമാണ് അപരാധമുണ്ടാകുന്നത്. ഈ അപരാധമാണ് പാപമായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് പാപമില്ലാത്തവൻ എന്ന ചോദ്യത്തിന് ആചാര്യൻ നൽകുന്ന മറുപടി ജപിക്കുന്നവന് പാപമില്ല എന്നാണ്. ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ ഈ ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 52ാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. അവിടെ അവസാനം നമ്മൾ ശ്രദ്ധിച്ചത് കഹ ബലി, ആരാണ് ബലി? ഫലമുള്ളവൻ, ഫലമുണ്ടാക്കുന്നവൻ, കൃഷികൃത്ത് എന്ന് പറഞ്ഞു. തുടർന്ന് കസ്യന പാപം,
കസ്യ ന പാപം, ആർക്കാണോ പാപമില്ലാത്തത്. ഇപ്പം സാധാരണഗതിയിൽ വിഹിതമായത് ചെയ്യാതിരിക്കുക, നിഷിദ്ധമായത് ചെയ്യുക, ഇത് രണ്ടിൻ്റെയും പരിണാമമായിട്ട് അപരാധമുണ്ടാകും. ആ അപരാധത്തിൽ നിന്നാണ് പാപം ഉണ്ടാകുന്നത്. ഇപ്പം സാമാന്യമായിട്ട് അപരാധം ചെയ്തോ പാപം ഉണ്ടാവും, അത് നിയമമാണ്, അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ ഇവിടെ ചോദ്യം, എങ്കിൽ പാപമില്ലാത്തത് ആർക്കാണ്? സാമാന്യമായ മറുപടി അപരാധം ചെയ്യാത്തവന് പാപമില്ല എന്നാണ്. ഇവിടെ വളരെ ബുദ്ധിപൂർവമായിട്ട് അപരാധം ചെയ്യാത്തവന് പാപമില്ല എന്ന് പറയുന്നതിന് പകരം ജപതഃ എന്നാണ് പറയുന്നത്. ജപതഃ, ജപിക്കുന്നവന് പാപമില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ജപിക്കുന്നവന് പാപമില്ല. ഇവിടെ ജപം എന്നുള്ളത് കേവലം യാന്ത്രികമായി നമ്മൾ ചെയ്യല്ല, ഭാവശുദ്ധിയോടുകൂടി ചെയ്യുകയാണ്. അങ്ങനെ ഭാവശുദ്ധിയോടുകൂടി സകല കരണങ്ങളുടെയും ചേർച്ചയോടുകൂടി ചെയ്യുന്ന ജപം ഏതൊരു മനുഷ്യനെയും ശുദ്ധനാക്കി തീർക്കും എന്ന് മാത്രമല്ല, അവൻ്റെ മനോബുദ്ധികളെ സ്വാധീനിക്കും. അപരാധങ്ങളെ ഇന്നലെ വരെ ചെയ്ത ആളാണെങ്കിലും ജപപുണ്യം ആ അപരാധത്തിൻ്റെ ഫലമായുള്ള പാപത്തെ ഇല്ലാതാക്കും, അഥവാ അതിനെ തനൂകരിക്കും. ഇല്ലാതാക്കും എന്നുള്ളതിനേക്കാൾ തനൂകരിക്കുക വെച്ചാൽ അത് ലളിതമാക്കുക, അല്പമാക്കുക, അതിൻ്റെ പ്രഭാവം കുറയ്ക്കുക എന്ന് പറയാം. ഇനി മേലിൽ അയാളുടെ ജീവിത വീക്ഷണത്തിൽ തന്നെ മാറ്റം വരുന്നതോടുകൂടി ജപം ചെയ്യുന്ന ആളിൽ നിന്ന് പിന്നീട് അപരാധമുണ്ടാവില്ല. ശ്രദ്ധയോടുകൂടി ജപം ചെയ്യുമ്പോൾ അത് ചിത്തശുദ്ധികരമാകും, അത് തത്വജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ടാണല്ലോ അനേക ശതം യജ്ഞങ്ങൾ, യാഗങ്ങൾ വേദവിഹിതങ്ങളായും സ്മൃതിവിഹിതങ്ങളായും ഉണ്ടായിരിക്കെ അവയെയൊക്കെ അറിയുന്ന ഭഗവാൻ യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞം ജപയജ്ഞമാണെന്ന് പറഞ്ഞത്. യജ്ഞാനാം ജപയജ്ഞോസ്മി. ശ്രദ്ധിക്കണം, അത് ജപത്തിൻ്റെ മഹിമയാണ്. അപ്പോൾ ആരാണോ ജപിക്കുന്നത് അവന് പാപമില്ല, അവൻ്റെ പാപങ്ങൾ ഇല്ലാതാകും, പുതുതായിട്ട് അവൻ പാപകർമ്മങ്ങളെ ചെയ്യുന്നില്ല. ഇത് മനുഷ്യനെ കൂടുതൽ സംസ്കൃതനാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമാണ്. ജപിക്കാനുള്ള പ്രേരണ നൽകുകയാണ്. അപ്പം ജപിക്കാനുള്ള പ്രേരണ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി സൽക്കർമാനുഷ്ഠാനങ്ങളിലേക്കുള്ള പ്രേരണയാണ്. അതാണ് ജപതഃ. ജപിക്കുന്നവന് പാപമില്ല. അടുത്ത ചോദ്യം, കഹ പൂർണ്ണഃ, ആരാണ് പൂർണ്ണൻ? ഇപ്പം സാമാന്യമായി പറഞ്ഞാൽ പൂർണ്ണബോധമുള്ളവൻ, പൂർണ്ണാത്മബോധമുള്ളവൻ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തിലേക്ക് ഉയർന്നവൻ, എല്ലാ പരിമിതികളും തന്നിൽ നിന്ന് കൊഴിഞ്ഞകന്നു പോയവൻ, അയാളാണ് പൂർണ്ണൻ എന്നാണ് നമ്മൾ സാധാരണ വേദാന്ത ശാസ്ത്രത്തിൽ മനസ്സിലാക്കുക. ഇവിടെ അത്ര അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിതിനു മുമ്പ് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പ്രശ്നോത്തര രത്നമാലിക ഉയർന്ന വേദാന്ത സാധകന്മാർക്ക് അല്ലെങ്കിൽ സൂക്ഷ്മമായ വേദാന്ത സാധനയിലേക്ക് പോകുന്നവർക്കുള്ളതല്ല എന്നും സാമാന്യ സാമൂഹിക തലത്തിലുള്ളതാണെന്നും ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പല മറുപടികളും അങ്ങനെയാണ്. അതുകൊണ്ട് കഹ പൂർണ്ണഃ എന്നുള്ളതിന് പ്രജാവാൻ യഹ സ്യാത്, യാതൊരുവൻ പ്രജാവാനാണോ, പ്രജാവാൻ പ്രജയോടൊത്തവൻ, സന്താനത്തോടൊത്തവൻ, സന്താനങ്ങളാൽ ഒരാൾ പൂർണ്ണനാകുന്നു എന്ന് വെച്ചാൽ അർത്ഥം ലൗകികമായിട്ട് തൻ്റെ ധർമാചരണത്തിൻ്റെ പിന്തുടർച്ചയ്ക്ക് സന്താനം അനിവാര്യമാണ്. തനിക്ക് പരഗതിയെ നൽകാൻ സന്താനത്തിൻ്റെ സമർപ്പണം, പിണ്ടദാനങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ സന്താനത്തെ പുത്രൻ, പുത്രി എന്നൊക്കെ പറയുന്നത്. നരകാദി ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നർത്ഥം. അതുപോലെ താൻ സമ്പാദിച്ചതെല്ലാം നൽകി
അടുത്ത തലമുറയ്ക്ക് നൽകി ഇതിൻ്റെ പിന്തുടർച്ച ഉറപ്പ് വരുത്തൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് യാത്ര പോകുമ്പോൾ അവിടെ ഒരു പൂർണ്ണതാബോധം തന്നിലുണ്ട്, കൃതാർത്ഥതാബോധം തന്നിലുണ്ട്. അതുകൊണ്ടാണ് ശ്രുതിയിൽ പോലും ആത്മാവൈ പുത്രനാമോസി, മകനെ വിളിച്ച് അച്ഛൻ പറയുകയാണ് ഞാൻ തന്നെയാകുന്നു നീ എന്ന്. ആത്മാവ് തന്നെയാകുന്നു പുത്രൻ, ഞാൻ തന്നെയാകുന്നു നീ. ഇങ്ങനെ കാലാതീതമായി തൻ്റെ പൂർണ്ണഭാവം നിലനിൽക്കുന്നത് ലോകദൃഷ്ടിയ സന്താനത്തിലൂടെയാണ്. ലോകദൃഷ്ടിയ എന്ന് പറഞ്ഞത് പാരമാർത്ഥികമായി പൂർണ്ണത കൈവരുന്നത് സന്താനത്തെ കൊണ്ടൊന്നുമല്ല. ശ്രുതി തന്നെ ചോദിക്കുന്നുണ്ട് കിം പ്രജയാ കരിഷ്യാമഹ എന്ന്, സന്താനത്തെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന്. സന്താനം ഒരിക്കലും പൂർണ്ണത നൽകുന്നില്ല എന്ന്. അവിടെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം അവിദ്യാകൽപിതങ്ങളായ യാതൊരു ന്യൂനതകളും തന്നിലില്ലെന്നും താൻ പരിപൂർണ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നുള്ളതായ ബോധസാക്ഷാത്കാരമാണ് ഒരാൾക്ക് പൂർണ്ണത നൽകുന്നത്. അതാണ് പാരമാർത്ഥികമായി. എന്നാൽ വ്യാവഹാരികമായി ലോകത്തിൽ സന്താനമുള്ളവൻ, സന്താനത്തിലൂടെ ജീവിക്കുന്നവൻ, അവനാണ് പൂർണ്ണനായി തീരുന്നത്. ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുകമ്പ ദശകം എന്നുള്ള കൃതിയിൽ ഗുരു സൂചിപ്പിക്കുകയാണ്, അരുളാൽ വരും ഇൻപം അൻപകന്ന നെഞ്ചാൽ വരും. അപ്പോൾ നമ്മളുടെ അരുൾ, ഗുരു ഇവിടെ സൂചിപ്പിക്കുന്ന അരുൾ എന്ന് പറയുന്നത് അറിവാണ്. ഗുരുവിൻ്റെ ഒരു പ്രത്യേകത, എപ്പോഴും ഗുരു പരമ്പൊരുളിനെ, പരബ്രഹ്മത്തെ അറിവായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അറിവിനെ തന്നെയാണ് ഗുരു അരുളെന്നും പറയുന്നത്. ഈ അരുൾ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ഹൃദയത്തിൽ നമുക്ക് അരുളില്ലെങ്കിൽ, അൻപില്ലെങ്കിൽ അവിടെ ഇമ്പമുണ്ടാകില്ല, സന്തോഷമുണ്ടാകില്ല. അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ വേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, അനുഭവിക്കുവാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ അവിടെ സംഭവിക്കുന്നതാണ് തുൻപം, ദുഃഖം. അപ്പോൾ ഈ ദുഃഖം ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദുഃഖമില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ അൻപ്, അരുൾ, അനുകമ്പ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് അനുകമ്പാ ദശകത്തിൽ ഗുരു അനുകമ്പയ്ക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. ഈ മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ ഈ ജീവിവർഗത്തിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള നിലനിൽപ്പ് ഈ സത്തിനെ ആശ്രയിച്ചാണ്. പക്ഷേ അറിവിൻ്റെ അഭാവം കൊണ്ടാണ് നമ്മൾ വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നത്. ഈ അരുളും അനുകമ്പയും ഒക്കെ മഹാത്മാക്കളിൽ, ബുദ്ധനിലും ക്രിസ്തുവിലും കൃഷ്ണനിലും അതുപോലെയൊക്കെ എത്രയോ സിദ്ധപുരുഷന്മാരിൽ വളരെ പ്രകടമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെയുള്ള മഹാത്മാക്കളെ ഇവിടെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മഹാത്മാക്കളെ ചൂണ്ടിക്കാട്ടുന്നത്? ഇപ്പോൾ ബുദ്ധൻ തന്നെ നമ്മൾക്കറിയാം, ഒരു ആടിനു വേണ്ടി, ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അതേ ചൈതന്യമാണ് മറ്റൊന്നിലും കുടികൊള്ളുന്നത് എന്ന് ഉള്ള ആ സാക്ഷാത്കാരം ആണ് അവരെ യഥാർത്ഥത്തിലുള്ള മനുഷ്യരാക്കി മാറ്റിയത്. അങ്ങനെ ഒരു ഉണർത്ത് പാട്ട്, ശരിക്കുള്ള മഹർഷിമാരുടെ ആ ഒരു ഗീതങ്ങൾ നമ്മൾ യാന്ത്രികമായി ഉച്ചരിച്ചു പോകുമ്പോൾ യാതൊരുവിധ അത് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കാതെ പോവുകയാണ്. മഹർഷിമാർ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി
നമ്മൾക്ക് പറയാൻ പറ്റും. കാരണം അവരുടെ ജീവിതത്തെക്കാളും ഏറ്റവും പ്രാധാന്യം മറ്റുള്ളവരുടെ ജീവിതത്തിന് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവൻ ഇവൻ എന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം. അപ്പോൾ ഓരോരുത്തരിലും കുടികൊള്ളുന്നത് ആ ആത്മരൂപമാണ് എന്നുള്ള അവബോധത്തോടു കൂടിയാണ് അവരിവിടെ ജീവിക്കുന്നത്. അറിവില്ലാത്ത നമ്മളോ ഈ അറിവില്ലാത്തത് കൊണ്ട് ഭേദബുദ്ധി ഉണ്ടാകുകയും ഇവിടെ ക്രൂരമായിട്ടുള്ള മറ്റുള്ള ഇടപെടലുകളിലേക്ക് പോവുകയും ചെയ്യാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ അതുതന്നെയാണ്. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം പോലും അത്രമാത്രം സങ്കീർണമായിരിക്കുകയാണ്. മക്കൾ അവർ മാതാപിതാക്കളെ ആശ്രയിക്കുന്നത് പണത്തിന് വേണ്ടിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രായമാകുമ്പോൾ അവർക്ക് മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്നുള്ള ആ ഒരു ബോധം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, വൃദ്ധസദനങ്ങൾ കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഈ അച്ഛനും അമ്മയും ഒക്കെ എത്രമാത്രം ത്യാഗം സഹിച്ചാണ് മക്കളെ വളർത്തിയത്. ആ കാരുണ്യമോ അൻപോ സ്നേഹമോ അനുകമ്പയോ ഒന്നും അവിടെ ലേശുന്ന പോലുമില്ല. അപ്പോൾ കാരണം എന്തുകൊണ്ടാണ്? ഈ കുഞ്ഞുങ്ങളിലേക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറകളിലേക്ക് ഈ ആശയത്തെ, ഈ മഹിതമായ മഹർഷിമാരുടെ വാണികളെ നമ്മൾക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കാതെ പോവുകയാണ്. അവിടെയാണ് ദുഃഖം തളം കെട്ടി നിൽക്കുന്നത്. നമുക്ക് എവിടെയും അത് കാണാൻ സാധിക്കുന്നു. ഒരു വളരെ സങ്കീർണമായിട്ടുള്ള, വളരെയധികം മനസ്സ് മരവിച്ച ഒരു സമൂഹത്തെയാണ് നമ്മളിന്ന് കാണുന്നത്. സ്നേഹമോ ദയയോ കാരുണ്യമോ എങ്ങും നമുക്ക് കാണാൻ പറ്റുന്നില്ല. വളരെ അപൂർവമായി ചില സ്ഥലത്ത് അത് കാണുന്നുണ്ട് എന്ന് മാത്രം. പക്ഷേ ഇതിനെ പോഷിപ്പിക്കുവാൻ മഹാത്മാക്കളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. താമര നിലയനമതിലായി വെണ്ണ പകർന്നൊരു സരസി വീണ പാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ. വെള്ളത്താമര നിലയനമതിലായി വെണ്ണ പകർന്നൊരു സരസി വീണ പാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ. ഉള്ളമഴിഞ്ഞൊരു ഉറവാൽ വൈഖരി നിറയും സരസിതു മനസ്സല്ലോ. ഉള്ളമഴിഞ്ഞൊരു ഉറവാൽ വൈഖരി നിറയും സരസിതു മനസ്സല്ലോ. വെള്ളത്താമര
കരമതിലായി വെണ്മ പകർന്നൊരു സരസി വീണ പാണി വിനോദിനി വാങ്മൈ വാണി ദേവി ഇരിപ്പൂ. കരതലമാർന്നൊരു വീണയിൽ നിന്നും ഉണരും സാമജഗീതങ്ങൾ. കരതലമാർന്നൊരു വീണയിൽ നിന്നും ഉണരും സാമജഗീതങ്ങൾ. ആപദമധുരം ആമയരഹിതം ആ മൃദുഗാനതരംഗിണികൾ. നാദബ്രഹ്മ പരാപര സുകൃതം നാവിതിലരുളുക നീ ദേവി. നാദബ്രഹ്മ പരാപര സുകൃതം നാവിതിലരുളുക നീ ദേവി. കരമതിലേന്തും ശ്രുതിവരഗന്ധം കരുതും വാങ്മയലോകങ്ങൾ. കരമതിലേന്തും ശ്രുതിവരഗന്ധം കരുതും വാങ്മയലോകങ്ങൾ. വാഗർത്തങ്ങളിണക്കിയുണർത്തും ആരണ ചതുരം ആലോകം. മനനാമൃതമൊരു വാങ്മയ സുകൃതം മറയാതരുളുക മമനാവിൽ. മനനാമൃതമൊരു വാങ്മയ സുകൃതം